നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടക്കുന്നത്. തൃശൂർ പൂരം കുളമാക്കിയത് ഇടതുപക്ഷവും പോലീസുമാണെന്ന് BJP വാദിക്കുമ്പോൾ സുരേഷ് ഗോപിക്ക് വേണ്ടിയാണെന്ന വിചിത്രവാദം മുന്നോട്ട് വയ്ക്കുകയാണ് കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ. കെ മുരളീധരനെയും അതുപോലെ തൃശൂരിലെ മന്ത്രിമാരെയും ഒക്കെ ഈ പ്രശ്നമുണ്ടായപ്പോൾ വിളിച്ചിട്ട് അവിടെ എത്താതിരിക്കുകയും സുരേഷ് ഗോപി കൃത്യസമയത്ത് അവിടെ എത്തുകയും ചെയ്തതാണ് ഇവരെ ചൊടിപ്പിച്ചത്. അതുതന്നെയാണ് അവർ പറഞ്ഞുണ്ടാക്കാൻ ശ്രമിക്കുന്ന നറേറ്റീവും. മാത്രമല്ല, സുരേഷ് ഗോപി ഏതാണ്ട് വിജയത്തോട് അടുത്തിരിക്കുന്ന ഒരു സമയമാണെന്ന് അവർക്കറിയാം. പ്രത്യേകിച്ച് പൂരം കുളമാക്കിയതോടുകൂടി പ്രതീക്ഷയുണ്ടായിരുന്ന വോട്ടുകൾ പോലും തങ്ങൾക്ക് കിട്ടില്ല എന്ന ഇടതുപക്ഷത്തിന്റെ തിരിച്ചറിവ് അത് തന്നെയാണ് സുരേഷ് ഗോപിയെ ആക്രമിക്കാനുള്ള ആയുധമാക്കി ഇവർ ഉപയോഗിക്കുന്നത്. ആ വോട്ടുകളും തന്നെ മുരളീധരന് കിട്ടുകയുമില്ല എന്ന് മുരളീധരനും അറിയാം. കാരണം മുരളീധരനും ഈ മുസ്ലിം വിഭാഗത്തിന്റെ വോട്ടുകൾ നേടണമെങ്കിൽ തൃശ്ശൂർ പൂരത്തെ തള്ളിപ്പറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയേ മാർഗമുള്ളൂ. ഇത്ര സുരേഷ് ഗോപി വരുന്നത് പോലെ സ്ട്രോങ് ആയി, സുരേഷ് ഗോപി പറയുന്നത് പോലെ സ്ട്രോങ് ആയി പറയാൻ ഇവർക്ക് രണ്ടു കൂട്ടർക്കും കഴിയില്ല. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രീണനമാണ് പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. തൃശ്ശൂർ പൂരം കലക്കിയത് BJPക്ക് വേണ്ടിയാണെന്നും പുലർച്ചെ സുരേഷ് ഗോപി എത്തിയത് സേവാഭാരതി ആംബുലൻസിലാണെന്നും ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നുമൊക്കെയാണ് ഇപ്പോൾ കെ മുരളീധരൻ പുലമ്പുന്നത്. തൃശ്ശൂർ പൂരം പോലീസ് കലക്കിയത് BJPക്ക് വേണ്ടിയാണെന്നാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ പറയുന്നത്. സുരേഷ് ഗോപിയെ ജയിപ്പിക്കുക എന്ന CPMന്റെ അജണ്ട നടപ്പിലാക്കാൻ കമ്മീഷണറെ ഉപയോഗിക്കുകയായിരുന്നു. പൂരം അലങ്കോലമായപ്പോൾ സുരേഷ് ഗോപിയാണ് പ്രശ്നം പരിഹരിച്ചതെന്ന രീതിയിൽ BJPയുടെ സൈബർ സെൽ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞതായും സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പൂരം മുടങ്ങിയപ്പോൾ NDA സ്ഥാനാർത്ഥി പുലർച്ചെ സേവാഭാരതിയുടെ ആംബുലൻസിൽ വന്നപ്പോൾ തന്നെ എന്തോ കളികൾ നടന്നതായി മനസ്സിലാക്കിയിരുന്നു. മന്ത്രി രാജൻ അവിടെയൊന്നും ഉണ്ടായിരുന്നില്ല. രാജൻ അവിടെ ഉണ്ടാകേണ്ടതായിരുന്നുവെന്നും മുരളി പറയുന്നു. അതേസമയം തൃശൂർ പൂരത്തിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന് വിവാദത്തിലായ പോലീസ് കമ്മീഷണർ അങ്കിത് അശോകനെ സ്ഥലം മാറ്റാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി വാങ്ങിയ ശേഷമാണ് സ്ഥലം മാറ്റം ഉണ്ടാവുക. അസിസ്റ്റന്റ് കമ്മീഷണർ സുദർശനെയും സ്ഥലം മാറ്റാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ നടപടികളിൽ ഉയർന്നു വന്ന പരാതികൾ വിശദമായി അന്വേഷിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഒരാഴ്ചക്കകം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. പൂരത്തിന് ആനകൾക്ക് നൽകാൻ കൊണ്ടുവന്ന പട്ടയും കുടമാറ്റത്തിനെത്തിച്ച കുടയും കമ്മീഷണർ അങ്കിത് അശോകൻ തടയുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് നടപടി. എടുത്തുകൊണ്ടു പോടാ പട്ട എന്ന കമ്മീഷണർ ആക്രോശിക്കുന്നതും വീഡിയോയിൽ വ്യക്തമായിരുന്നു. ഈ വീഡിയോ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നത് സർക്കാരിനെയും പോലീസിനെയും പ്രതിസന്ധിയിലാക്കി കഴിഞ്ഞിരുന്നു. വിഷയം BJPയും കോൺഗ്രസും രാഷ്ട്രീയപരമായി ഉയർത്തുന്നതിനിടെയാണ് മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടൽ നടത്തിയത്. തൃശൂർ പൂരം അലങ്കോലമാക്കാൻ ഉന്നത ഇടപെടലുണ്ടായി എന്നാണ് BJP പറയുന്നത്. പോലീസ് കമ്മീഷണറുടെ നടപടികൾ മുഖ്യമന്ത്രിയുടെ അറിവോടെ തന്നെയാണെന്ന ആരോപണവുമായി BJP രംഗത്ത് വരുന്നു. തൃശൂർ പൂരം അലങ്കോലമാക്കാൻ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോക് ശ്രമിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടെയാണ് എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറയുന്നു. ലോകത്തിന് മുന്നിൽ കേരളത്തിന്റെ അഭിമാനമായ പൂരത്തെ തടയാൻ പോലീസ് ശ്രമിച്ചിട്ടും ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി മറുപടി പറയാത്തത് പ്രതിഷേധാർഹമാണ്. കുടമാറ്റത്തിനായി കൊണ്ടുവന്ന ശ്രീരാമ ഭഗവാന്റെ കുടകൾ തടഞ്ഞ സിറ്റി പോലീസ് കമ്മീഷണറാണ് ഇതിൽ വില്ലനായത്. ശ്രീരാമനെയും ഹിന്ദുക്കളെയും അപമാനിക്കുന്നത് പിണറായി സർക്കാർ ഒരു ശീലമാക്കി മാറ്റുകയാണ്. ആനകൾക്ക് വേണ്ടി കൊണ്ടുവന്ന പട്ട പോലും കൊണ്ടുപോകാൻ കമ്മീഷണർ അനുവദിച്ചില്ല. പൂരം അലങ്കോലമാക്കാൻ ഉന്നത ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്ന് കമ്മീഷണറുടെ പ്രവർത്തികൾ തെളിയിക്കുകയാണ്. തൃശൂർ പൂരത്തിനെതിരായ നീക്കം ഈ സർക്കാർ തുടക്കം മുതലേ കൈക്കൊള്ളുന്നതാണ്. ശബരിമലയെ തകർക്കാൻ ശ്രമിച്ചതിന് സമാനമായ കാര്യമാണ് തൃശൂർ പൂരത്തിന്റെ കാര്യത്തിലും പിണറായി സർക്കാർ സ്വീകരിക്കുന്നതെന്നും കെ സുരേന്ദ്രൻ പറയുന്നു. ഏതായാലും ഒരു കാര്യം വ്യക്തമാവുകയാണ്. കോൺഗ്രസ് പറയുന്നത് സുരേഷ് ഗോപിക്ക് വേണ്ടിയാണ് അത്തരമൊരു നീക്കം പിണറായി വിജയൻ നടത്തിയതെങ്കിൽ ഒരു സംശയം ബലമായി ചോദിക്കാനുണ്ട്. CPIയുടെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് സുനിൽ. അതുകൊണ്ട് തന്നെ VS സുനിൽകുമാറിനെ അവിടെ മത്സരിപ്പിക്കുമ്പോൾ തീർച്ചയായും CPM ആ സീറ്റ് ലക്ഷ്യം വെക്കുന്നുണ്ട്. സുരേഷ് ഗോപിയെ തോൽപ്പിക്കാനുള്ള അരയും തലയും മുറുക്കി രംഗത്തിറങ്ങുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നു. ഇപ്പോൾ ഏതായാലും ഈ കെ മുരളീധരൻ അടക്കമുള്ളവർ BJPയെയും ഇടതുപക്ഷത്തെയും കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുന്നത് തീർച്ചയായും പരാജയഭീതിയിൽ തന്നെയാണെന്ന് വ്യക്തമായി പറയാൻ കഴിയും. കാരണം ഇവിടെ മുരളീധരൻ തോറ്റാൽ സുരേഷ് ഗോപി ജയിച്ചാൽ അവർ പറയാൻ പോകുന്ന മറ്റൊരു നറേറ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ കൃത്യമായി തന്നെ അവർ പറയും സുനിൽകുമാറിൻ്റെ വോട്ടുകൾ CPM മറിച്ച് അവിടെ നിന്നും സുരേഷ് ഗോപിക്ക് നൽകി എന്ന്. ഏതായാലും അതിനുള്ള സാധ്യതകളില്ല. സുരേഷ് ഗോപിയെ ഏറ്റവും കൂടുതൽ കടന്നാക്രമിച്ചിട്ടുള്ളത് ഇടതുപക്ഷമാണ്. ഒരുപക്ഷെ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ടുണ്ടായ കേസിൽ പോലും ഇടതുപക്ഷം വല്ലാതെ കൈകടത്തൽ നടത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് അറിയുന്ന കാര്യമാണ്. അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നതും ഇടതുപക്ഷക്കാർ തന്നെയാണ്. പിന്നെ എങ്ങനെയാണ് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ പിണറായി വിജയൻ ആ പൂരം കുളമാക്കി എന്നൊക്കെ കെ മുരളീധരൻ പറയുന്നത്? കെ മുരളീധരന് സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ടു പോയോ എന്നേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കും ചോദിക്കാനുള്ളൂ.